വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ടവർക്കും എൻ്റെ പ്രിയപ്പെട്ട ശൈലജ ടീച്ചർ, എൻ്റെ മുന്നിലിരിക്കുന്ന ശൈവായൂർ നിവാസികൾക്കും നമസ്കാരം. ശരിയാണ്, ഞാൻ ഇന്നിവിടെ വരുന്നത് എനിക്ക് മാത്രം അറിയാവുന്ന ഒരു സത്യമാണ്. ഞാൻ വന്നത് വരാതിരിക്കാൻ എനിക്ക് കഴിയില്ല. ഈ 10 വർഷത്തെ കേരളം നിങ്ങളെ പോലെ തന്നെ കണ്ട ഒരാളാണ് ഞാൻ. അതിനെ നിഷേധിക്കാൻ എനിക്ക് കഴിയില്ല എന്നുള്ളത് കൊണ്ടും ഈ കേരളം, ഈ മുന്നേറ്റവും കണ്ണൂരിന് ഒരുപാട് കടപ്പാട് ഞങ്ങൾക്കുണ്ട് കേരളത്തിൽ തന്നെ. അതും കൂടി ഉള്ളത് കൊണ്ടാണ് ആ സത്യം കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാത്ര ചെയ്യുന്ന എന്റെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ യാത്ര ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക്, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഞാൻ കണ്ട കേരളം, ഈ 10 വർഷത്തെ കേരളം, അത് നിങ്ങളോട് പറയാൻ, നിങ്ങളോട് നന്ദി പറയാനും കൂടിയാണ് ഇങ്ങനെയുള്ള LDFിലെ ഭരണാധികാരികൾ ഞങ്ങൾക്ക് തന്നത്. അതാണ് അങ്ങനെ ഒരു കേരളമാണ്. കേരളത്തിന്റെ മുന്നേറ്റത്തിന്, അതിന് വികസനം, നമ്മൾ വികസനം എന്ന് പറയുമ്പം അത് റോഡും പാലങ്ങളും ഹോസ്പിറ്റലും മാത്രമല്ല. ഇത്തവണ നമുക്ക് കിട്ടിയത് ശുദ്ധവായു, വെള്ളം, ചിരിക്കുന്ന കുട്ടികൾ, സ്ത്രീകൾ, എല്ലായിടത്തും അതൊക്കെ വികസനമാണ്. അതൊക്കെ തൊട്ടറിഞ്ഞ വികസനമാണ്. അത് തിരിച്ചറിഞ്ഞാണ് ഈ 10 വർഷം നമ്മൾ മുന്നോട്ട് പോയത്. അത് കണ്ടില്ല എന്ന് നടിക്കാതിരിക്കാൻ എനിക്ക് കഴിയാത്തതും കൂടി കൊണ്ടുവന്ന് ഞാൻ ഇങ്ങോട്ട് വന്ന് ഇതിന്റെ ഒരു ഭാഗമായി ഈ നിർണായകമായ, പിണറായി സഖാവ് പറഞ്ഞ പോലെ കേരളം ഇപ്പോൾ നിൽക്കുന്നത് വളരെ 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 നിർണായകമായ ഒരു ഘട്ടത്തിലാണ്. അതും തിരിച്ചറിഞ്ഞാണ് ഇപ്പോ ആദ്യ വോട്ട്, കന്നി വോട്ട് ചെയ്യുന്ന 18 വയസ്സ് കഴിഞ്ഞവർ എത്രത്തോളം മനസ്സിലാക്കുന്നു നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഇലക്ഷന് അവർ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി വോട്ട് ചെയ്യേണ്ടത്, ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ചിന്തിക്കേണ്ടത്, അതിന്റെ ആവശ്യവും തിരിച്ചറിയണം. ഇവിടെ ഇരിക്കുന്ന, ഇന്നിവിടെ വന്നു ചേർന്നിട്ടുള്ളവരോട് എനിക്ക് പ്രത്യേകിച്ച് പറയേണ്ടതില്ല ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്. എനിക്കറിയാം നിങ്ങള് നമ്മുടെ കൂടെയാണ്, LDFിന്റെ കൂടെയാണെന്ന്. പക്ഷേ നിങ്ങളുടെ തൊട്ടടുത്തുള്ളവർ, നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾ അറിയുന്ന നിങ്ങളുടെ കന്നി വോട്ടുകാർ, നിങ്ങളുടെ അയൽക്കാർ, നിങ്ങളുടെ സുഹൃത്തുക്കൾ, അവരോട് നിർബന്ധമായി പറയണം, നമ്മൾ ഒരടി മുന്നോട്ട് വച്ചത് ഈ ഇലക്ഷൻ കഴിയുമ്പോൾ 2 അടി പിന്നോട്ട് ആവരുത്. കേരളം മുന്നോട്ട് പോകുന്നത് കാണുന്നത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് എത്ര സഹിക്കാൻ കഴിയാത്തതാണ്. നമ്മള് ഒരു ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണെന്നല്ല പറയാം, ഇതൊരു രാജ്യം തന്നെയാണ്. കേരളം മറ്റൊന്നുമായിട്ട് നമുക്ക് തുലനം ചെയ്യാൻ പറ്റില്ല. ഞാൻ കേരളത്തിലെ എല്ലാ ബോർഡേഴ്സിലും യാത്ര ചെയ്യുന്നതാണ്. നമുക്കിവിടെ കിട്ടുന്ന സ്വാതന്ത്ര്യം എന്താണ്? സ്വാതന്ത്ര്യം ഇഷ്ടം പോലെ നടക്കാനും ഇഷ്ടമുള്ളത് ചെയ്യാനും മാത്രമല്ല, ചിന്തിക്കാനും, എതിരുകൾ, ചേരാൻ പറ്റാത്തത് പറയാനും, എതിർപ്പുകൾ പ്രകടിപ്പിക്കാനും ധൈര്യത്തോടെ. നിങ്ങൾ ശരിയല്ല എന്ന് പറയുമ്പോൾ അങ്ങനെയാണോ? ശരിയാണ്. നമ്മൾ വീട്ടിലെ കാര്യം എടുക്കാം. അച്ഛനും അമ്മയും കുട്ടികളും നിറഞ്ഞ വീട്. അവിടെ അച്ഛനും അമ്മയും കുട്ടികൾക്ക് വേണ്ട ഭക്ഷണവും പാർപ്പിടവും വസ്ത്രവും ഒക്കെ കൊടുക്കുമ്പോഴും എപ്പോഴെങ്കിലും പരാതി പറയാത്ത ഒരു മകനോ മകളോ അവിടെ ഉണ്ടോ? ഇല്ല. എന്റെ മകൻ പറയും. അവൻ 25 വയസ്സുകാരന് എന്തെങ്കിലും ഒരു കുറ്റം ഒരു ദിവസം പറയാതിരിക്കില്ല. എന്നാൽ അവന് കൊടുക്കുന്ന എല്ലാ സൗകര്യങ്ങളെയും എന്നെങ്കിലും അവര് നിന്ന് അമ്മ താങ്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അത് തന്നെയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ കേരളത്തിലെ നിവാസികൾ ഈ ഭരണകർത്താക്കളോട് ചെയ്യുന്നത്. അവര് തന്ന വികസനം, നമ്മൾ നടന്നു പോകുന്ന റോഡിന്റെ സൗകര്യം, നമുക്ക് നിർബാധം കിട്ടുന്ന ഇലക്ട്രിസിറ്റി, അതായത് തടസ്സമില്ലാതെ, അതിനൊന്നും നമ്മൾ കാണില്ല. പക്ഷേ ഒരു ദിവസം കറണ്ട് വന്നില്ലെങ്കിൽ പരാതി പറയും. അപ്പോ ഉടനെ മന്ത്രിസഭയെ കുറ്റം പറയും, മന്ത്രിയെ കുറ്റം പറയും. ഒരു ദിവസം റോഡിൽ ഒരു ഗട്ടർ വന്നാൽ അത് മാത്രമേ നിങ്ങൾക്കും എനിക്കും ന്യൂസ് ഉള്ളൂ. പക്ഷെ ഈ നന്ദി, ഈ ഗ്രാറ്റിറ്റ്യൂഡ്, അത് വേണം, ഓരോ ദിവസവും വേണം. കേരളം ഇങ്ങനെ ആയത്
ഒരു ദിവസം കൊണ്ടല്ല, ഒരുപാട് കഷ്ടപ്പാടുകൾ. എങ്ങനെയാണ് ഞാൻ ആലോചിച്ചിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. ആ ആലോചന എനിക്ക് നിങ്ങളുടെ കൂടെ നിന്ന് ഇതിന്റെ ഒരു ഭാഗമായി ഇത് ആവശ്യമാണെന്ന് ഉറക്കെ പറയേണ്ട സമയം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി. ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞത് അതൊരു തൊഴിലായി എടുക്കുമ്പോൾ ഒരുപാട് കടപ്പാടുകളുണ്ട്. അങ്ങനെയുള്ളവരാണ് നമ്മുടെ ഈ ഭരണകർത്താക്കൾ. അതിലേറ്റവും ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അഭിമാനത്തോടെയാണ് ഞാൻ നിൽക്കുന്നത്. എളുപ്പമല്ല രാഷ്ട്രീയം എന്നല്ല, ഒരു തൊഴിലും ഒരു സ്ത്രീക്ക് എളുപ്പമല്ല. ഒരുപാട് സംഘർഷങ്ങളുണ്ട്. അത് സിനിമ ആയിക്കോട്ടെ, വീട്ടമ്മ ആയിക്കോട്ടെ, ടീച്ചർ ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ. ആ സംഘർഷങ്ങളിലും ഈ മണ്ഡലത്തെ കുറിച്ച് ചിന്തിക്കാൻ തയ്യാറായിട്ട് ശൈല ടീച്ചർ വരുന്നു. ആ ശൈല ടീച്ചർ 5 വർഷം കേരളത്തിലെ ജനങ്ങളെ കുറിച്ച് ചിന്തിച്ചതിന്റെ റിസൾട്ട് അനുഭവിച്ചവരാണ് നമ്മൾ. അഭിമാനത്തോടെ പറയട്ടെ, അതുകൊണ്ട് തന്നെയാണ് നമ്മളിൽ പലരും ഇപ്പോഴും ശ്വാസം എടുക്കുന്നത്, ധൈര്യത്തോടെ എണീറ്റ് നിൽക്കുന്നത്. ആ ധൈര്യം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ശൈലജ ടീച്ചർ നിയമസഭയിൽ ഉണ്ടായിരിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ആവശ്യമല്ല, നമ്മുടെ കേരളത്തിന്റെ ആവശ്യമാണ്.